സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സെറാറ പ്ലാന്റാണ്. സെറാറ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സെറാറ കട്ടിങ് വന്നിട്ടുള്ളത്. സെറാറ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, മുട്ടിന് മേലായിട്ട് ഒരു കട്ടിങ് വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞൊറി വരും. അതുവരെ സാധാ ട്രൗസറിൻ്റെ രൂപത്തിൽ ഒരു പാൻറ്റ്, ട്രൗസറിൻ്റെ വലുപ്പത്തിൽ പാൻറ്റ് ട്രൗസർ പോലെ വന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ഫ്രില്ല് കൊടുത്തിട്ടുള്ള ഇതാണ് ഐറ്റംസാണ് വരുന്നത്. അതിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് 2 പീസാണ് ഇവിടെ തുണിയുള്ളത്. അതിനെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുകയാണ്. ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടിയുടെ അളവ് ഏകദേശം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഒരു 24 ഇഞ്ച് ലെങ്ത്ത്, ഒരു 20 ഇഞ്ച് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരവണ്ണം, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറക്കം. പിന്നെ ലൂസ് സെറാറാകുമ്പോൾ ഇവിടെ ടൈറ്റ് തുടേണ്ടത് ടൈറ്റിനാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. 20 ഇഞ്ച് അരവണ്ണം എന്ന് പറയുമ്പോൾ അതിൽ എലാസ്റ്റിക് വരുമ്പോൾ 8 ഇഞ്ച് കൂട്ടണം. കയറ് മതി എന്ന് പറയുന്നത് ചിലവർക്ക് നാടൻ മതി എന്ന് പറയുന്നവർക്ക് 6 ഇഞ്ച് കൂട്ടിയാൽ മതി. പിന്നെ സിബ് വരും. സിബ് കുളത്തെന്ന് പറയുന്നവർക്ക് 1 ഇഞ്ച് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായില്ലേ? എലാസ്റ്റിക് വരുന്നതിന് 8 ഇഞ്ച് കൊടുക്കുക. കയറ് കെട്ടാൻ കയറ് വേണമെന്ന് പറയുന്നവർക്ക്, നാടാന്ന് പറയുന്നവർക്ക് 6 ഇഞ്ച് കൊടുക്കുക. ഹുക്കും സിബും വേണമെന്ന് പറയുന്നവർക്ക്, സൈഡിൽ കുളത്ത് മതി എന്ന് പറയുന്നവർക്ക് 1 ഇഞ്ച് കൂട്ടിയാൽ മതി, അരവണ്ണത്തിലേറെ, അല്ലെങ്കിൽ ലൂസായി പോകും. ആ രീതിയിലാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ അരവണ്ണം നോക്കിയിട്ട് ഇപ്പം മനസ്സിലായത് 20 ഇഞ്ച് അരവണ്ണം എന്ന് പറയുമ്പോൾ അലാസ്റ്റിക്കിനാകുമ്പോൾ 8 ഇഞ്ച് 28 ഇഞ്ച് എടുക്കണം. കയറിനാണെങ്കിൽ 6 ഇഞ്ച് 26 ഇഞ്ച്. സിബ് പട്ടക്കാണെങ്കിൽ 1 ഇഞ്ച് 21 ഇഞ്ചിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ്, കട്ടിങ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഉള്ള പീസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബോഡി ആദ്യം ട്രൗസർ പോലുള്ള മേൽഭാഗമാണ് എടുക്കുന്നത്. അതിൻ്റെ അളവ് കാണിച്ചു തരാം. 24 ഇഞ്ച് ഇറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു 10 ഇഞ്ച് കട്ടിങ്, അതായത് ട്രൗസർ പോലെ വേണ്ടത് 10 ഇഞ്ച്. ബാക്കി 10 ഇഞ്ച് കഴിഞ്ഞാൽ 14 ഇഞ്ച് താഴോട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഒരു സെറാറ എന്ന് പറയുന്നത്. അതിൻ്റെ കട്ടിങ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതിന് എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാനുള്ള ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചോളം തുമ്പ് മേലെ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 10 ഇഞ്ചാണ് കട്ടിങ്. 10 ഇഞ്ചിൽ 1 ഇഞ്ച് തുന്നത്തുമ്പൂടെ ഇവിടെ ഇട്ടിട്ട്, അതായത് ഇവിടെ എലാസ്റ്റിക് ഒരു മേൽഭാഗമാണ്, അത് കഴിഞ്ഞിട്ട് 10ഉം 1/2 ഇഞ്ച് തുന്നത്തുമ്പും കൂട്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി റിഗാർഡ് എന്ന് പറയുന്നത് കുട്ടികളുടേത്. ചെറിയ കുട്ടികൾക്ക് 6, 6.5, 7, പിന്നെ വലുപ്പത്തിനനുസരിച്ച് അങ്ങനെ കൂടി പോകും. ഈ സീറ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ അഴക് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത്. അപ്പോൾ ഇതിപ്പോൾ ഒരു മീഡിയം ലെവൽ കുട്ടിയാണ്. അപ്പോൾ നമ്മളൊരു 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. 8 ഇഞ്ചിൽ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കട്ടിങ് വരുന്ന ഭാഗത്ത് നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരവണ്ണം. നമ്മൾ 20 എടുത്ത്, അപ്പോൾ 8 എലാസ്റ്റിക്കാണ് വരുന്നത്. എലാസ്റ്റിക്കിന് 8 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ 28ൻ്റെ പകുതി എന്ന് പറയുന്നത് ടേപ്പിൽ നമ്മൾ മടക്കിയിട്ടാണ് ചെയ്യുന്നത്, നിർത്തിയിട്ടിട്ടല്ല. നിർത്തിയിട്ട് ഒരിക്കലും കട്ട് ചെയ്യല്ലേ, കഴിയില്ല. അപ്പോൾ മടക്കിയിട്ട് ചെയ്യുമ്പോൾ അതാ 28ൻ്റെ പാതി 7, 28, 14ൻ്റെ 1 സൈഡ് 7 ഇഞ്ച്, 14 28ആണ് വരിക. അപ്പോൾ അതിൻ്റെ 1 സൈഡ് 7 ഇഞ്ച് എലാസ്റ്റിക്കിന് അത് മതി. അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ സീറ്റിൻ്റെ ഭാഗം വരുന്നിടത്തേക്ക്, അടിഭാഗം വരുന്നിടത്തേക്ക് ഇവിടെ 7 ഇഞ്ച് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടിയിട്ട് 7 ഇഞ്ചിൽ എടുക്കുക. കാരണം അല്ലെങ്കിൽ സീറ്റിൻ്റെ ഭാഗം നമ്മൾ അരവണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഉള്ളിൽ ടൈറ്റായി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് എടുക്കുന്നത്. ഇനി ഇതിന് നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ ആ കട്ടിങ് ഒരു മേൽഭാഗം, നമ്മൾ സീറ്റ് എന്ന് പറയുന്ന ഒരുപാട് ഭാഗം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ കട്ടിങ്ങിൻ്റെ ഭാഗത്തോടെ, അതായത് 10 ആ ഭാഗത്തൊക്കെ ലൂസ് തന്നെ എടുക്കണം. ആ ഭാഗത്തെ ലൂസ് നമ്മൾ ചെറിയ മീഡിയം കുട്ടി ആയതുകൊണ്ട് നമുക്കൊരു 6.5 ഇഞ്ച് മതി. 6.5 എന്ന് പറയുമ്പോൾ 1 സൈഡാണ് എടുത്തത്, 13 ഇഞ്ച് ലൂസ്. എന്നിട്ട് അതിനെ നമ്മൾ ഇവിടുന്ന് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ 7 ഇഞ്ച് എടുത്തു, ഇവിടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 എടുത്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് കൂടെ നമുക്ക് ഫ്ലൈ എന്ന് പറയുന്ന ആ ഭാഗം റൗണ്ടായിട്ട് തന്നെ കിട്ടും. അതിനൊരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ഇനി ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. തുന്നത്തും ഒഴിച്ചിട്ട് എലാസ്റ്റിക് മടക്കിയെടുക്കുന്നതിനുള്ള ഭാഗത്തൊരു വെട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേഗം കിട്ടും. ഇതാണ് സെറാറ പാൻറ്റിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് കട്ടിങ്. ഇത് ഇനി പാൻറ്റ് വന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ ഇവിടെ
എന്നിട്ട് ഇവിടുന്നാണ് ഇനി നമുക്ക് ആ പ്ലീറ്റ് വേണ്ടത്. 2 കാലായിട്ടുണ്ട്. ഇതൊരു കാല്, ഇതൊരു കാല്. ഇങ്ങനെയാണ് സെറാറ പാൻറ് വരേണ്ടത്. ഇനി ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ മടക്കി എടുത്ത് വെച്ച് കൊടുക്കുക. 2 കാലിൻ്റെ മേൽഭാഗം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട താഴെ ഭാഗം നമ്മൾ ആ 10 ഇഞ്ച് കട്ടിങ് വന്ന് അവിടുന്ന് അങ്ങോട്ട് പ്ലീറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര തുണി നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇതിനിപ്പോൾ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 2ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത്രയും ഫ്ലെയർ കിട്ടും. അത് ഫുള്ള് നമുക്ക് പ്ലീറ്റ് റെഡിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് നമ്മൾ 10 ഇഞ്ച് നമ്മൾ കഴിച്ചിട്ട് ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 10 കഴിച്ചാണ് ഇതിൻ്റെ ലെങ്ത്. അത് അളവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മാർക്കിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് 10 ഇഞ്ച് നമ്മളവിടെ നമ്മൾ പാൻറ്റ് കട്ടിങ് ട്രൗസർ പോലത്തെ ഭാഗം കട്ടിങ്ങിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മുടെ ലെങ്ത്ത് നോക്കാം. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലെങ്ത്ത് നോക്കുക. 24 ഇഞ്ച് ലെങ്ത്ത്. ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ പിന്നീട് ലെങ്ത്ത് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ 2 ഇഞ്ച് മുന്നോട്ട് നമുക്ക് മടക്കിയെടുത്തിട്ട് മുന്നോട്ട് കൊടുക്കാം. ഇനി അതിന് സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ 24 ഇഞ്ച് അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്കെടുക്കാൻ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തുമ്പിട്ട് കൊടുക്കാം. ഇനി ഇതിന് തുമ്പിന് മടക്കിയെടുക്കാനാണ് തുമ്പടക്കം നമ്മൾ ഇതിന് മാറ്റിയെടുക്കുക. ഇത് 2 പീസാണ്. ഈ 2 പീസിൽ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക. മടക്കിയെടുക്കാൻ താഴെ ഭാഗത്തൊരു വെട്ടിട്ട് കൊടുക്കുക. ഇതാണ് താഴെ ഭാഗം എന്ന് പറയുന്നത്. ഇതൊരു കാല്, മറ്റേതൊരു കാല്. ഇതിപ്പോൾ നമുക്ക് തുണി കുറവാണ്, അതിനനുസരിച്ച് അപ്പോൾ ഫ്ലെയർ നമുക്ക് പ്ലീറ്റ് കുറവായിരിക്കും. ഇനി ഇത് കംപ്ലീറ്റ് ഇരുമ്പോൾ അങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരും. ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ഏകദേശം സെറാറ പാൻറ്റിൻ്റെ കട്ടിങ്. ഇതിന് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. കട്ടിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇത് താഴെ ഭാഗം 2 പീസ്. ഇത് നമ്മുടെ മേൽഭാഗം ട്രൗസർ പോലൊരു വലുപ്പത്തിലാണ് വരിക. സെറാറയുടെ കട്ടിങ്ങിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പ്ലീറ്റാണ് വരിക. എല്ലാവർക്കും കട്ടിങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. കട്ടിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്.